നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ അള്ളാഹു തന്നിരിക്കുന്ന ഒരു അവയവം നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്ക് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴേ നമുക്കിതിന്റെ വില എന്താണെന്നറിയൂ. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി കാണിക്കണ്ടേ? നമ്മൾ വിചാരിച്ചിരിക്കണത് ഈ കടന്ന് തലയും കുത്തിക്കടന്ന് പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ ഓടി ഇങ്ങോട്ട് വന്നൊരു ഉളുവെടുത്ത് 4 റക്അത്ത് നിസ്കരിച്ച് സലാം വെട്ടി ഒരു ദുആയും ചെയ്യാതെ സുന്നത്ത് നിസ്കരിക്കാതെ പരക്കമ്പായി എന്ന് നമ്മൾ വിചാരിക്കണത് ഇതൊക്കെയാ നമ്മൾ നന്ദി കാണിക്കുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട്. ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. ആ മനുഷ്യൻ 500 വർഷക്കാലം വിവാഹം പോലും കഴിച്ചിട്ടില്ല. 500 വർഷക്കാലം കുടുംബവുമായിട്ടൊരു വിവാദത്തിന് തടസ്സമാകുന്നത് കാരണം കുടുംബവുമില്ല, ഒന്നുമില്ല, മക്കളും ഇല്ല, ഒന്നുമില്ല. 500 വർഷക്കാലം ഈ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിൽ പോയിരുന്നിട്ട് ഇബാദത്ത് ചെയ്യുക. രാവിലെ രാവും പകലും ഇബാദത്ത്. ഈ മനുഷ്യൻ എല്ലാ ദിവസവും നോമ്പ. പക്ഷെ ഈ മനുഷ്യൻ ആകെ കഴിക്കുന്നത് ഒരു റുമ്മാൻ പഴവും കഴിക്കും, ഇത്തിരി പച്ചവെള്ളവും കുടിക്കും. ഇത് കഴിച്ചിട്ട് 500 കൊല്ലം രാവും പകലും ഈ മനുഷ്യൻ ഇബാദത്ത് ചെയ്തു. അവസാനം അദ്ദേഹം സുജൂദിൽ കിടന്ന് ചരിത്രം പറയുന്നു. സുജൂദിൽ കിടന്ന് മരണപ്പെട്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ആ മനുഷ്യന് കടന്നു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 500 വർഷം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് ഈ നന്മതിന്മ എഴുതിയ കിതാബൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ ചങ്ങാതിയോട് പറഞ്ഞു, എന്റെ ഔദാര്യം കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിൽ കയറി പൊക്കോ. അള്ളാഹു പറഞ്ഞു, എന്റെ ഔദാര്യം കൊണ്ട് നീ തന്നെ പൊക്കോ. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹിനോട് പറയാ, പടച്ചോനെ, എനിക്ക് ഔദാര്യമൊന്നും വേണ്ട, ഓസിന് സ്വർഗമൊന്നും വേണ്ട. ഞാൻ 500 കൊല്ലം രാവും പകലും ഒരു ബന്ധവുമില്ലാതെ പടച്ചവനെ ഞാൻ ഒരു റുമ്മാമ്പഴവും ഒരു പച്ചവെള്ളവും കുടിച്ചിട്ട് ഞാൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്തു. അത് തൂക്കിയിട്ട് അതിന് പകരം തന്നാ മതി പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതിന് പകരമായിട്ട് ഈ 500 വർഷത്തെ ഇബാദത്ത് മതിയായോ എന്ന് നോക്കാൻ പറഞ്ഞു. അളന്നു നോക്കിയിട്ട് മലക്കുകൾ നിന്ന് കരയുക. അളന്നു നോക്കിയിട്ട് മലക്കുകൾ നിന്ന് കരയുകയാ. എന്നിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഈ മനുഷ്യന് നീ കോടാനി നന്മകൾ, ഈ മനുഷ്യന് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. നീ ചെയ്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട 2 കണ്ണുണ്ടല്ലോ, ആ 2 കണ്ണിലെ ഒരു കണ്ണിന് പകരമായിട്ട് പോലും ഈ 500 വർഷത്തെ ഇബാദത്ത് മതിയായില്ല എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 500 വർഷത്തെ ഇബാദത്ത്, ഈ 2 കണ്ണ്, കയ്യും കാലും കരളും കൂമ്പൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ 2 കണ്ണിലെ ഒരു കണ്ണിന് പകരമായിട്ട് പോലും ഈ 500 വർഷത്തെ ഇബാദത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദ്രത്തിലിരുന്ന് ഇബാദത്ത് ചെയ്ത മനുഷ്യൻ കടലാണെന്ന് പറയുന്നു. എവിടെയുമാകട്ടെ, ആ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് ശുദ്ധിയായ വെള്ളം അള്ളാഹു കുടിക്കാൻ കൊടുത്തു. ഒരു റുമ്മാമ്പഴവും എല്ലാ ദിവസവും കൊടുത്തു. ഇതിനു പോലും പകരമായിട്ടായിട്ടില്ല. അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ അള്ളാഹു ഇങ്ങനെ കണക്ക് വെച്ച് വയ്ക്കുക, ഇനി എങ്ങോട്ട് പോകണം? അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ കിടന്ന് യാചിക്കുന്നു, പടച്ചോനെ, എനിക്ക് നീ സ്വർഗം തരണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകിയാ മതി. ലാ യദ്ഖുലൂനൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ലാ. ഒരാൾക്കും അള്ളാഹുവിന്റെ കരുണയില്ലാതെ സ്വർഗപ്രവേശനം ഇല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങളുടെ കാര്യം? എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ, എൻ്റെ കാര്യവും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, ഭാര്യ നൽകി, മക്കളെ നൽകി, കച്ചവടം നൽകി, വാഹനം നൽകി, വീട് നൽകി. ഈ നൽകിയതിന് ഒരു 4 അംശമെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുന്ന 4 കാലുള്ള നായിക്ക് തിന്നാൻ ഒരു ഭക്ഷണം കൊടുത്താൽ നിന്നെ കാണിക്കുമ്പോൾ എവിടെ വെച്ച് കണ്ടാലും നന്ദി കാണിക്കും. കൊടുത്തു നോക്ക്. ഈ പള്ളിയുടെ മുന്നിലോ ഈ മാർക്കറ്റിന്റെ മുന്നിലോ നിൽക്കുന്ന ഒരു നായിക്ക് നീ എപ്പോഴെങ്കിലും വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം കൊടുത്തു നോക്ക്, നിന്നെ എവിടെ വെച്ച് കണ്ടാലും അത് വാലാട്ടി കാണിക്കും. കാരണം അത് നന്ദിയുള്ള ജീവിയാണ്. പക്ഷെ നമ്മളോ, അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ച റബ്ബിനോട് ഞാനോ നിങ്ങളോ നന്ദി കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നമസ്കരിക്കാൻ പറഞ്ഞാൽ വല്ലാത്ത പ്രയാസമാണ്, ജോലിയാണ്, തിരക്കാണ്. പടച്ചവനെ ഇൽമു പറയുന്ന സദസ്സിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ അപ്പോഴും രോഗമാണ്, പ്രയാസമാണ്. ഏത് കാര്യം പറഞ്ഞാലും നമുക്ക് ദുനിയാവിന്റെ കാര്യമേ പറയാനുള്ളൂ. എങ്കിലാദരവായ പ്രവാചകൻ നബി മുഹമ്മദ്
മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. ആരാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ മുത്തുനബിയാണ്. ആ മുത്തുനബിയാണ് പടച്ചവനെ നാളെ റബ്ബിന്റെ സ്വർഗം തുറക്കുന്നത്. ആ പ്രവാചകന് അതാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരാതെ വാതുറന്ന് സംസാരിക്കാറില്ല. പ്രവാചകൻ എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വന്നിട്ടാണ് അവിടെ നിന്ന് പറയുന്നത്. പടച്ചവനെ അങ്ങനെ ജീവിച്ച പ്രവാചകന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാ. പടച്ചവനെ നമ്മൾ നമസ്കരിക്കുന്നത് പോലെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ കാലുകൾ നീര് കെട്ടുന്ന രീതിയിൽ, തന്റെ കാല് നീര് വരുന്ന രീതിയിൽ ആ പ്രായമായ സമയം അല്ലാഹുവിന്റെ റസൂൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. കാല് വല്ലാതെ നീര് വന്നിട്ടുണ്ട്. പ്രവാചകന് സുജൂദിൽ കിടന്ന് കരയുന്ന ശബ്ദമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അതാ എണ്ണച്ചട്ടിയിൽ എണ്ണ കടന്ന് തിളയ്ക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം കടന്ന് വിങ്ങുന്ന ശബ്ദം അതാ ആയിഷ ബീവി കേട്ടിട്ടുണ്ട്. സഹാബാക്കളിൽ പലരും കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കാല് നീര് കിട്ടുന്ന രീതിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അങ്ങെന്ത് ചെയ്താലും അല്ലാഹു പൊറുക്കുമല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ സ്വർഗം തുറക്കുന്നത് നിങ്ങളല്ലേ നബിയേ? നിങ്ങളെക്കാളും ഈ ലോകത്ത് മഹത്വമുള്ള ഒരു മനുഷ്യനുമില്ലല്ലോ. പിന്നെ എന്തിനാ നബിയേ കാല് നീര് കെട്ടുന്ന രീതിയിൽ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നബിയെ ത്യാഗം സഹിച്ചിങ്ങനെ നമസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബി പറഞ്ഞു, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ. മുത്തുനബി അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. ആയിഷ റബ്ബിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. ആരാ പറഞ്ഞത്? ഈ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ചിന്തിച്ചു നോക്ക് സഹോദരാ. ആ പ്രവാചകന്റെ ജീവിതം ഇങ്ങനെയായിരുന്നെങ്കിൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹുവേ എന്ത് ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ മുത്തുനബി പോലും അല്ലാഹുവേ ഇതുപോലെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അല്ലാഹുവേ ഇതുപോലെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇബാദത്തെടുത്തത്. അല്ലാഹുവിനോട് നന്ദി കാണിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ ചെയ്യുന്ന പാപങ്ങളുടെ കണക്ക് പോലും കടലിന്റെ തിരമാലകൾ നമ്മുടെ പാപത്തിന്റെ മുന്നിൽ തോറ്റുപോകുമല്ലോ. അങ്ങനെ പാപം ചെയ്തിരിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാ സഹോദരാ റബ്ബിന് നന്ദി രേഖപ്പെടുത്തേണ്ടത്? നമ്മുടെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നാൽ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമാകുമോ സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്, അല്ലാഹുവേ ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുകയാ. പ്രവാചകന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് അല്ലാഹുവേ ഒരുപാട് പ്രവാചകനിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാനുണ്ട്. ഏത് വിഷയമെടുത്തു നോക്കിയാലും ഏത് കാര്യമെടുത്തു നോക്കിയാലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഈ കാണിക്കുന്ന ഓളം മാത്രം
മാത്രം കാണിച്ചാ പോരാ, ആരാണ് മുത്തുനബി എന്ന് പഠിക്കണം സഹോദരാ. ആരാണ് റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ നിനക്കെന്തറിവാവുള്ളത്? മുത്തുനബി ആരാണെന്ന് നമ്മൾ പലരുടെയും ചരിത്രം വായിക്കുമല്ലോ. അതാ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചു എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ പറയുമല്ലോ. അല്ലാഹുവേ, പല പല രാഷ്ട്രീയ നേതാക്കന്മാര് പലരുടെയും ആത്മകഥകൾ വായിച്ചു എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കുകയാ, നിങ്ങൾ ആരെങ്കിലും ലോകത്തിന്റെ നേതാവിന്റെ ജീവിത ചരിത്രം ഒരു ചെറിയ പുസ്തകമെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാ? അല്ലാഹുവിന്റെ റസൂലാരാ? ഖുർആൻ പോലും പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് മുത്തുനബിയെ അങ്ങേ ഞാൻ സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും പരിചയപ്പെടുത്തുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എന്തിനാ മുത്തുനബിയുടെ ചരിത്രം വായിക്കുന്നത്? പ്രവാചകന്റെ ചരിത്രം വായിച്ചിട്ട് എന്തേ പ്രതിഫലം അറിയുമോ സഹോദരാ? സാക്ഷാൽ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചാ നിനക്കെന്ത് കിട്ടാനാ? നമ്മളൊക്കെ പലരുടെയും ചരിത്രം ഞാനും നിങ്ങളും വായിക്കാറുണ്ട്. പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ ജീവിത ചരിത്രമെങ്കിലും വായിച്ച എത്ര പേരുണ്ട്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വായിച്ച ആരെങ്കിലും ഉണ്ടോപ്പാ? ഇനിയുണ്ടാരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നാ ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ വായിക്കും അല്ലേ ഷാജിനെ? വേറെ ഒരുപാട് മഹാന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കും. നിങ്ങളൊക്കെ തന്നെ പള്ളിയുടെ നിയമാവലി എത്ര വട്ടം വായിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ അതാണല്ലോ ഇപ്പം അവർക്ക് പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്. ആ ചങ്ങാതി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചോദിച്ചാൽ ആ ചങ്ങാതി പറയും. നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? എന്ത് പ്രതിഫലം? മഹാന്മാര് പറയുകയാ, ആരെങ്കിലും മുത്തുനബിയുടെ ജീവിത ചരിത്രം വായിച്ചാൽ ജീവിച്ചിരുന്നപ്പോ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചാൽ പ്രവാചകന് ജീവിച്ചിരുന്നപ്പോ ആ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ മുത്തുനബിയുടെ ചരിത്രം വായിക്കുന്നത്. അത്രയും പ്രതിഫലമാ സഹോദരങ്ങളെ. നമ്മളോട് ആരെങ്കിലും ഒരു മുസ്ലിമായ ഒരാള് ചോദിക്കുക, ഈ മുഹമ്മദ് നബി ആരാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ച ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് എന്തെങ്കിലും പറയാറിയാവോ? ഒരാള് ചോദിക്കാം മുത്തുനബിയെ കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ ആ പ്രവാചകനെ കുറിച്ച് ആ റസൂലുള്ള ആരാണെന്ന് ഒരു 5 മിനിറ്റിൽ കൂടുതൽ വഴുതു പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ? നമ്മൾ ഇന്ന് തപ്പുക, നമ്മളാ മുസ്ലിമീങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്കിൽ ആരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ആരാ? അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കണം. ആ പ്രവാചകന്റെ മഹത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത മഹത്വം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം എല്ലാവർക്കും അറിയാം. ഇബ്ലീസ് പോയിട്ട് ആദ്യം ആദം നബിയുടെ മുന്നിൽ പോയി. ഒരു പണിയും നടക്കത്തില്ല, ആദം നബിയുടെ മുന്നിൽ പോയിട്ട് കാര്യമില്ല എന്ന് ഇബ്ലീസിന് അറിയാം. അവസാനം ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് പോയിട്ട് അവിടെ നിന്ന് പണി തുടങ്ങി. അതാണ് വീട്ടില് ഭാര്യമാരിലൂടെയാണ് പല തെറ്റുകളും ഭർത്താക്കന്മാര് ചെയ്യുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ? ആരാപ്പ ലോൺ എടുപ്പിച്ചതിനെ കൊണ്ട്? എടാ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വീട് ഒന്നുമില്ല, പായിപ്പാട് ഇങ്ങനെ നടക്ക, ഒരു 5 സെന്റ് എവിടെ ഇല്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു 5 സെന്റ് വസ്തു കിട്ടി. പിന്നെ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് വേണം. ആരുടെ മുന്നിലും കൈനീട്ടാതെ, ഹറാമൊന്നും ഉണ്ടാക്കാതെ, പലിശ കച്ചവടം നടത്താതെ ആ 5 സെന്റിനകത്തൊരു തറ കെട്ടി. അൽഹംദുലില്ലാ, റാഹത്തായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുറേ നാളിങ്ങനെ കൂട്ടി വെച്ചു. അൽഹംദുലില്ലാ, 3-4 വർഷമായപ്പോഴത്തേക്ക് അത് മുകളിലേക്ക് എത്തി വാർപ്പ് കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. അപ്പൊ പെണ്ണുമ്പിള്ള പറയും, ഇക്ക ആ അടുക്കളയും ആ ബാത്റൂമും ഒരു റൂമും ടൈലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് നേരെയാക്കി ഒരു വാതിലിട്ട് എന്നാൽ ഞാൻ കയറി കിടന്നോളാം. അപ്പൊ പറയാം, ആമിന പൈസ ഇല്ല, ലോൺ എടുക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാ. അപ്പൊ ഭാര്യ പറയുന്ന മറുപടി എന്തേ? ലോൺ എടുക്കുക.
എന്നാ ചിന്തിക്കണം, അല്ലാ ഒന്നുമില്ലാത്ത എനിക്ക് ഇത്രയും തന്ന അള്ളാഹിക്ക് ഒരല്പം ക്ഷമിച്ച ഇതുകൂടെ നേരെയാക്കി തരാമെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോയി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉടനെ പോയിട്ട് ലോൺ എടുക്കും, അല്ലെങ്കിൽ പലിശയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ കൊണ്ട് പണയം വെച്ച് കുറേ വാങ്ങും. എന്തിനാ ചങ്ങാതി പണയം വിൽക്കണേ? കൊണ്ട് വിറ്റേരെ, പൈസ ഉള്ളപ്പം പേടിക്കാമല്ലോ. പണയം വെക്കുന്നതിനേക്കാളും കാശല്ലേ വിറ്റ. ഇതങ്ങനല്ല, കൊണ്ട് ഹറാമ്. അങ്ങനെ പലിശയ്ക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കും. എന്നിട്ട് അതിനകത്ത് കിടന്നിട്ട് തഹജ്ജുദ് നിസ്കാരം, ദുആ. ഉസ്താദേ, അല്ലാഹ് എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ല, നമ്മളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ദഹിച്ചില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പലർക്കും അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഉസ്താദ് പിന്നെ എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും ഉസ്താദ്? പിന്നെ ഉസ്താദ് പറയണമല്ലോ, ഉസ്താദ് എന്നാ കുറച്ചതാ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വാപ്പായ്ക്ക് ഇതൊക്കെ ഉണ്ടായിട്ടാ വാപ്പ പെണ്ണും കെട്ടി നല്ല ജീവിച്ചത്? പലിശക്ക് എടുത്തിട്ടാ വാപ്പ വീട് വെച്ചത്? ഇന്ന് ചെറുപ്പക്കാര് പെണ്ണ് കെട്ടണമെങ്കിൽ തന്നെ വീട് വേണം, എങ്കിലേ കെട്ടത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവാണ് ഈ സർവ്വ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളെ സഹായിച്ചോളും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എൻ്റെ വൈഫിൻ്റെ വാപ്പ സുഖമില്ലാതെ ഐസി കിടക്കുക. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ വൈഫിൻ്റെ വാപ്പ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വളരെ പ്രയാസപ്പെട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരാളോട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്ത പള്ളിയിലെ കമ്മിറ്റിക്കാർ കാണാൻ വന്നപ്പം പറഞ്ഞു, എൻ്റെ മോക്കൊരു വീട് വെച്ച് കാണാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് മരിക്കുന്നതിന് മുമ്പ്. കാരണം അത്രയും അവസ്ഥയിൽ അന്ന് കടന്ന് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും വിചാരിച്ചു ഇപ്പം കൊണ്ടുവരുന്ന ആംബുലൻസ്. എനിക്ക് തോന്നുന്നു ഏകദേശം അദ്ദേഹത്തിൻ്റെ കൂടെ ഡയാലിസിസ് ചെയ്യണ എല്ലാവരും പോയി. 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ ഡയാലിസിന് പോയപ്പോൾ ഒരു ചേട്ടനെയും ചേച്ചിയും കണ്ടു. ചിരിക്കണ മുഖത്തോടെ കണ്ടു. 2-3 ദിവസം മുമ്പ് പോയപ്പോൾ പറഞ്ഞ് 2 എണ്ണം കൂടെ പോയെന്ന്. 2ഉം തൂങ്ങിയെന്ന് പോയി. അരിച്ചേക്കേ ഇപ്പോഴും ആൾക്കാർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കൂടെ കിടക്കണ ആൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരിച്ച്. അപ്പോഴിറങ്ങുമ്പോൾ നമുക്ക് ടെൻഷനാ, സ്വാഭാവികമായിട്ട് ഈ രോഗമാകുമ്പോൾ ടെൻഷൻ. അപ്പോൾ ഇറങ്ങിയിട്ട് പറയും, ആ വീട്ടിൽ ഒന്ന് പോകണ്ടേന്ന്, മരിച്ച വീട്ടിലൊന്ന് പോകണ്ടേന്ന്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലെ, ഈമാനുള്ള മനുഷ്യനാണ്. ഞാനിപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് വരും. ഇപ്പോൾ ഏകദേശം ഒരു 5 എണ്ണം കഴിഞ്ഞ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ 5 അറ്റാക്ക്. അപ്പോൾ ആശുപത്രി പോണ കാര്യം പറയും, ഒന്നുമില്ല, പോയിട്ട് അള്ളാഹു ഉണ്ടല്ലോ, സമയമാകുമ്പോൾ പോകുന്നതാണ് പറയുന്നത്. അതാണ് സഹോദരങ്ങളെ വലിയ കാര്യം. ഇന്നലെയും എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു കുട്ടിയുടെ വൈഫിൻ്റെ ബാപ്പ, അതൊക്കെ ഇങ്ങനെ ഞാൻ കാണാൻ പോയിരുന്നു. എന്തോ വലിയ അസുഖമായിരുന്നു. ഇതിങ്ങനെ പറയും, അള്ളാഹുവേ റബീഉൽ അവ്വൽ മാസത്തിൽ മരിപ്പിക്കണേ അല്ലാ, മരിപ്പിക്കണേ അല്ലാ. റബീഉൽ അവ്വൽ 12 ഇന്നലെ മഗ്‌രിബിനാണ് ഖബറടക്കിയത്. അള്ളാഹു ഖബറിന് സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ. അതാ മനുഷ്യന്മാർ, അവർക്കൊക്കെ അതാ ഈമാൻ. അള്ളാഹു നമുക്ക് ആ ഈമാൻ ഇല്ലല്ലോ, നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇങ്ങനെ വീട് വെക്കണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ആകെ ഉണ്ട് 1,13,000 രൂപ ആകെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മിയും പറഞ്ഞ് വീട് വെക്കാൻ ഇറങ്ങി. ഇന്നെനിക്ക് ആരുടെ മുന്നിലും നെഞ്ചു വിരിച്ചു പറയാ, ഞാൻ ആരുടെ മുന്നിലും പോയി പിരിവെടുത്തിട്ടല്ല വീട് വെച്ചേ. ആരുടെ മുന്നിലും പോയി പിരിവെടുത്തില്ല. ഒരു 5 നയാ പൈസ പോലും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെട്ട ഒരു 5 നയാ പൈസ പോലും ഇല്ല. അത് എങ്ങനെ വെച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ നമ്മളെ പല സമയത്തും പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ ചോദിച്ചു, എന്നാ പിന്നെ ആ സ്വർണം കൊണ്ടെന്ന് വെച്ചുകൂടെയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ മധു പറഞ്ഞതല്ലപ്പാ, അള്ളാഹുവിലേക്ക് വിശ്വാസം വെച്ച് കഴിഞ്ഞാൽ റബ്ബിന് എന്താ പറ്റാത്തത്, എന്തും ചെയ്തു തരും അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു പിഴവ് സംഭവിച്ചു പോയല്ലോ. അത് പിഴവാണെന്നൊന്നും പറയാൻ കഴിയില്ല, കാരണം അള്ളാഹല്ലേ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ മുസാ നബി എങ്ങാണ്ട് ആദം നബിയോട് ചോദിക്കുമെന്ന് നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ, എൻ്റെ പൊന്നാര ചങ്ങാതി, നിങ്ങൾ ആ പഴം തിന്നായില്ലായിരുന്നെങ്കിൽ ഈ പാട് വല്ലതും ഉണ്ടോ? ഈ ഒരു പഴം കഴിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ? അപ്പൊ തിരിച്ചവിടെ നിന്ന് പറയുക, ഞാൻ പഴം മാത്രമേ തിന്നുണ്ടായിരുന്നു, നീ വല്ലായിരുന്നു അതിന്റെ വേര് വരെ തിന്നേനെന്ന്. കാരണം അതാണല്ലോ അള്ളാഹ്, എല്ലാം അള്ളാഹിന്റെ തീരുമാനമാണല്ലോ. നമ്മൾ ഈ ദുനിയാവിൽ വരണം, ഭൂമിയിൽ വരണം, തിരിച്ചങ്ങോട്ട് പോകണം, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ പിഴവെന്ന് പറയാൻ കഴിയില്ല, കരാറ് ലംഘനം എന്ന് പറയാം. അപ്പൊ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ആദം നബി യഥാ പടച്ചവനോട് ചോദിക്കുന്നു, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ നീ എനിക്ക് പുറത്തുതാ തമ്പുരാനെ.
മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പുറത്തുതാ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് ചോദിച്ചു, ആദമേ നിനക്ക് മുഹമ്മദ് നബിയെ എങ്ങനെ അറിയാം? ആദം നബിയെ സൃഷ്ടിച്ചിരിക്കുകയാണ്, മുഹമ്മദ് നബിയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനാ നിനക്ക് മുഹമ്മദിനെ പരിചയം എങ്ങനാ? ആ സമയത്ത് ആദം നബി പറയുന്നു, അല്ലാ പടച്ചവനെ നീ എന്നെ സൃഷ്ടിച്ചു, എനിക്ക് റൂഹൂദി, എന്നെ നീ സൃഷ്ടിച്ചു, എനിക്ക് നീ റൂഹൂദി. എന്നിട്ട് ഞാൻ നിന്റെ മുന്നിലേക്ക് തല ഉയർത്തിയപ്പോ നിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ആദം നബിക്ക് അല്ലാഹു റൂഹ് കൊടുത്ത് ആദ്യമായിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ആദം നബി തല ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ ഞാൻ ആ പേര് കണ്ട് തമ്പുരാന്, നിന്റെ പേരിന്റെ കൂടെ ആരുടെയെങ്കിലും പേര് ചേർക്കണമെങ്കിൽ അത് സാധാരണ ഒരാളുടെ പേര് ചേർക്കാറില്ല, നിനക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരല്ലേ ചേർക്കൂ. അതുകൊണ്ട് ഞാൻ ആ അർശിന്റെ താഴെ കണ്ടെന്ന് ആദം നബി പറയുമ്പോ അല്ലാഹു പറയുകയാണ് അവിടെന്ന് പറയുന്നു, സദഖത, നീ പറഞ്ഞത് സത്യമാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നക ലം തളഉ ഇലാ ഇസ്മിക അലാ ഖലക ഇലൈ യാ ആദം ഇന്നഹു അഹിബ്ബു ഖൽക ഇലയ്യ. അവിടെന്ന് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാ ഏ ആദമേ, ആ മുത്തുനബി ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് അല്ലാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ ആ മുത്തുനബിയുടെ മഹത്വമാണ്, ആ മുത്തുനബിയുടെ മഹത്വമാണ് അവിടെന്ന് പഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു ചരിത്രം പറയാ, ആ പ്രവാചകൻ ആരായിരുന്നു എന്നിനി ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ആ മുത്തുനബി ആരാണെന്ന് പഠിക്കണമെങ്കിൽ ഒരേ ഒരു ചരിത്രം പറയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ, പ്രവാചകനെ യുദ്ധത്തിന് പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകുമായിരുന്നു. പലപ്പോഴും അവിടുന്ന് ആയിഷ ബീവിയാണ് കൊണ്ടുപോയത്. ഒരിക്കൽ അവിടുന്ന് യുദ്ധം കഴിഞ്ഞ് പ്രവാചകനും തന്റെ സ്വഹാബത്തും വരികയാണ്. എല്ലാവരും ദീർഘമായ യാത്രയാണല്ലോ. അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ കൂടെയുണ്ട്. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും എല്ലാം ഇങ്ങനെ വഴിയാത്രയിൽ ഇടയ്ക്കൊരു സ്ഥലത്ത് നിർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമല്ലോ, അതാ ടോയ്ലറ്റിൽ പോകണമല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഒട്ടകത്തിന്റെ മുകളിൽ ഒരുക്കി വെച്ചിരുന്ന അവിടത്തെ കൂടാരത്തിന്റെ അകത്ത് നിന്ന് താഴെ ഇറങ്ങി അവിടെ നിന്ന് കടന്നുപോയി തന്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തി. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നിട്ട് ആ ഒട്ടകത്തിന്റെ മുകളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കൂടാരത്തിലേക്ക് കേറുന്നത് പ്രവാചകൻ കണ്ടു, സ്വഹാബത്ത് കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കേറി കഴിയുമ്പോ പിന്നെ സ്വഹാബാക്കളെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. എല്ലാവരും പോയി അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു. എല്ലാവരും വാഹനത്തിലേക്ക് തിരിച്ചു വന്നു. എല്ലാവരും വാഹനത്തിൽ കയറി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കൂടാരത്തിന്റെ അകത്തിരിക്കുമ്പോഴാണ് തന്റെ കഴുത്തിൽ നിന്ന് കൈവച്ച് നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കഴുത്തിൽ വെച്ചിരുന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല അവിടെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ആയിഷ ബീവിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് താഴെ ഇറങ്ങി മാല തിരഞ്ഞു പോവുകയാണ്. ഇതാരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. ആയിഷ ബീവി മുകളിലുണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാല തിരഞ്ഞു നടക്കുകയാ. അവസാനം മാലയും തിരഞ്ഞിട്ട് അവിടെ നിന്ന് ആയിഷ ബീവി വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
മുത്തുനബിയും സ്വഹാബത്തും പോയിരിക്കുകയാ. അവരാരും അറിഞ്ഞിട്ടില്ല. ആയിഷ ബീബി ഒറ്റയ്ക്ക് ഇങ്ങനെ വഴിയോരത്ത് തനിച്ചിരിക്കുകയാണ്. മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ഏറ്റവും പുറകിൽ ഒരു സ്വഹാബി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രാ സംഘത്തിന്റെ പുറകിൽ ഒരു സഹാബിയെ വരാൻ പറയും. കാരണം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി അവിടെ നിന്ന് പ്രവാചകൻ അന്ന് പറഞ്ഞു നിർത്തിയിരുന്ന സ്വഹാബിയാണ് ചെറുപ്പക്കാരനായ മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ വഴിയോരത്തൊരു ഫർദയും ധരിച്ച് ശരീരമൊക്കെ മറച്ചിട്ടൊരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പടച്ചവനെ ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. സഫ്വാൻ തങ്ങൾ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹുവാണ്. സഫ്വാൻ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. മുത്തുനബിയുടെ ഭാര്യയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, എന്തേന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. പടച്ചവനെ അവിടെ നിന്ന് ഒട്ടകത്തിന്റെ മുകളിലേക്ക്, വാഹനത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് സഫ്വാൻ തങ്ങൾ നടക്കുകയാ. ആയിഷ ബീബി ഒട്ടകതാ വാഹനത്തിന്റെ മുകളിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞു. അങ്ങനെ യഥാ മദീനത്ത് ചെല്ലുമ്പോ ജനങ്ങളൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കച്ചവടങ്ങൾക്ക് വേണ്ടി എല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഇങ്ങനെ വരുന്നത് കാണുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്ത് ആയിഷ ബീവിയും സഫ്വാൻ തങ്ങളും എന്തേ ഏതെന്ന് ആരും ചോദിക്കണില്ല. രണ്ടുപേരും കൂടെ വന്നിറങ്ങുന്ന ആ രംഗം അങ്ങോട്ട് നാട്ടുകാർ കാണുകയാ. അവിടെ നിന്ന് ജനങ്ങളങ്ങ് കണ്ടു കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ്, മുനാഫിക്കീങ്ങൾ അവിടെ നിന്നൊരു തിരക്കഥ എഴുതുകയാണ്. മുനാഫിക്കീങ്ങൾ അവിടെ നിന്ന് ആയിഷ ബീബി വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു പരത്തിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാണ്. എല്ലാവരും പടച്ചവരെ, അത് കേട്ടവർ പിന്നെ പടച്ചവനെ അങ്ങ് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ നമ്മളൊക്കെ, പിന്നെയല്ലേ നമ്മുടെ ഭാര്യമാരൊക്കെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച ചെയ്യുകയാണ്. വലിയ ചരിത്രമാണ് സഹോദരങ്ങളോ. ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ ആയിഷ ബീവിയുടെ ഈ ഒരൊറ്റ ചരിത്രം എടുത്ത് നോക്കിയാ മതി. പടച്ചവനെ, ഒരു ഭർത്താവോ മക്കളോ കുടുംബക്കാരോ മാത്രമല്ല, ഒരു നാട് മുഴുവനും ആയിഷ ബീവിയെ കുറിച്ച് സാധാരണ ആരോപണമല്ല, വ്യഭിചാര ആരോപണമാണ്. അല്ലാഹുവേ, മുത്തുനബിക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. പ്രവാചകൻ അറിയാ ഒരിക്കലും ആയിഷ എങ്ങനെ ചെയ്യില്ലെന്ന്. എന്നിട്ടും നാട്ടുകാർ മുഴുവനും ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ നബിയേ? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു തീരുമാനം വരട്ടെ. എന്റെ വിഷയമല്ല, എന്റെ വിഷയമല്ല. നാട്ടുകാര് മുഴുവനും നിനക്കെതിരാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. അതുകൊണ്ട് കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി സമാധാനം കിട്ടാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോക്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ താങ്ങാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിരുന്നു തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു തആല അൻഹു വാപ്പാനെ കണ്ടപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ടിരുന്ന ആയിഷ ബീവി പിതാവിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, വാപ്പാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ പൊന്നാര മകളെങ്ങനെ ചെയ്യുമെന്ന്? അബൂബക്കർ തങ്ങളുടെ ചാരത്ത് ചെന്ന് പറയുകയാണ്, ഉമ്മാടെ ചാരത്ത് ചെന്ന് പറയുകയാണ്. കാരണം ആർക്കും ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം യഥാ തെളിവുകൾ മുഴുവനും എതിരാണ്, തെളിവുകൾ മുഴുവനും എതിരാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, തീരുമാനം വന്നു. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ ഒറ്റ നിമിഷം കൊണ്ട് അതാ ഫാനിൽ കയറി തൂങ്ങാൻ നിൽക്കുന്നവരെ, ആ തൂങ്ങുന്നതിന് മുമ്പ് ആയിഷ ബീവിയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു നാട് മുഴുവനും കൈയൊഴിഞ്ഞു. അവസാനം സ്വന്തം വീടിന്റെ അകത്ത് വാപ്പയും ഉമ്മയും പോലും പടച്ചവനെ അതാ ആയിഷ ബീവി തെറ്റ് ചെയ്തെന്ന് പറയുന്നില്ല. തീരുമാനം മുകളിൽ നിന്ന് വരട്ടെ. ആയിഷ ബീവി എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോ സുബഹി കഴിയുമ്പോ വീടിന്റെ വെളിയിൽ നോക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, മുത്തുനബി വരുന്നുണ്ടോ? അല്ലാഹുവേ, ദിവസങ്ങളോളം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ആയിഷ ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് മുത്തുനബിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, മുത്തുനബിയേ, ജിബ്രീൽ വന്നോ നബിയേ? ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നു. നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ആയിഷ. ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അന്ന് ആയിഷ ബീവിയുടെ പ്രായം പടച്ചവനെ ചെറിയ പ്രായമാണ്, ചെറിയ പ്രായമാണ്. ആ ചെറുപ്രായക്കാരിയായ ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന് എനിക്കറിയാം. ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇത്ര ഉറപ്പെന്തേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാ, ഖുർആനിലെ ആയത്തുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് എനിക്ക് ഉറപ്പാ നബിയെ. ആ ഒരു ഉറച്ച പറച്ചിൽ കേട്ടപ്പോൾ നബി ചോദിച്ചു, അതെങ്ങനെ നീ പറയണേ? അതെന്തേ എങ്ങനെ ഉറപ്പിച്ചു പറയുന്നേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബി ചോദിച്ചു, ഇത്രയും ദിവസം നീ എങ്ങനെ ജീവിച്ചിരുന്നു ആയിഷ? ആയിഷ, ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് എങ്ങനെ നീ പിടിച്ചു നിന്നേ? കാരണം നാടും നാട്ടുകാരും മുഴുവനും എതിരായപ്പോ ഈ ചെറിയ പ്രായക്കാരിയായ നീ എങ്ങനെ പിടിച്ചു നിന്നു നബിയെ? ഒരൊറ്റ ദിക്റ് പറഞ്ഞു നബിയെ. ഞാൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാ, ഞാനൊരു ദിക്റ് പറഞ്ഞിട്ടാ പിടിച്ചു നിന്ന്. എന്റെ മനസ്സിന് ധൈര്യം തന്നത് അല്ലാഹുവിന്റെ സഹായം എനിക്ക് ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞ ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് ദിക്റാ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പഠിച്ചു വെച്ചോ സഹോദരാ. താങ്ങാൻ കഴിയാത്ത ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കൂ, ഹസ്ബുനല്ലാഹ്, അല്ലാഹ് എനിക്ക് മതി, അല്ലാഹ് എനിക്ക് മതി. പടച്ചവനെ, ഞാൻ ചെയ്തോ ഇല്ലയോ നിനക്കേ അറിയൂ. ഇനി ആയിഷാനെ സഹായിക്കാൻ നിനക്കേ കഴിയൂ. ഈ പാവപ്പെട്ടവളെ കൈവിടല്ലേ അല്ലാഹ്. ആയിഷ ബീവി ഈ ദിക്റ് പറഞ്ഞിട്ടാണ് 7 ആകാശം കടന്നിട്ട് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത് എന്ന ചരിത്രം പറയുമ്പോ, എന്തിനാ ഈ ചരിത്രം പറഞ്ഞത്? ആയിഷയുടെ മഹത്വമല്ല ചർച്ച ചെയ്യുന്നത്, മുത്തുനബിയുടെ മഹത്വമാണ്, ലോകത്തിന്റെ നേതാവിന്റെ മഹത്വമാണ്. എല്ലാവരും ഈ വിഷയത്തെ കുറിച്ച് അവിടെ
ആരോപണം നടത്തുമ്പോ പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ല. കാരണം മുത്തുനബിയുടെ ഭാര്യയാണ്. പ്രവാചകന് പള്ളിയിൽ പോകും, നമസ്കരിക്കും, ഒരാളോടും മിണ്ടുന്നില്ല. മുത്തുനബി നേരെ വീടിന്റെ അകത്ത് വന്ന് കയറിയിരിക്കുകയാണ്. പ്രവാചകൻ തന്റെ വീടിന്റെ അകത്ത് വന്ന് ഇരുത്തമാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്ത് നമസ്കാരം കഴിഞ്ഞ് വന്നിരിക്കുമ്പോ പ്രവാചകന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നിയ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. അബ്സണന്ന് സലാം പറഞ്ഞു, അവിടന്ന് സലാം പറഞ്ഞു. വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ള ചോദിക്കുന്നു, ഉമറേ, എല്ലാവരും ആയിഷയെ കുറിച്ചാണ് പറയുന്നത്. ആയിഷ ബീബി തെറ്റുകാരിയാണെന്ന് എല്ലാവരും പറയുന്നു. ഉമറേ, നിന്റെ അഭിപ്രായം എന്താണ് ഉമറേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാ, നിന്റെ അഭിപ്രായം എന്താണ് ഉമറേ? ആയിഷ അങ്ങനെ ചെയ്യുമോ? ആയിഷ എങ്ങനെ ചെയ്യുമോ? യാ റസൂലല്ലാഹ്, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. ലോകത്തിന് ആരൊക്കെ പറഞ്ഞാലും അങ്ങയുടെ ഭാര്യയായ ആയിഷ ബീബി തെറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ ഉമറേ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരല്ലേ? എല്ലാവരും ആയിഷയ്ക്ക് എതിരല്ലേ? പിന്നെ നീ മാത്രം ഇങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ആയിഷ ബീവി അങ്ങനെ ചെയ്യില്ല. ആയിഷ ബീവി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം തെളിവുകളൊക്കെ എതിരല്ലേ ഉമറെ? പിന്നെന്താ ഇങ്ങനെ പറയണേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞതെന്നറിയോ? ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ ഈച്ച വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നബിയേ. അങ്ങയുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമറേ, ഈച്ച ശുദ്ധിയുള്ള സ്ഥലത്തും നജസുള്ള സ്ഥലത്തും പോയിരിക്കുന്നതാണ്. ഈച്ച എന്ന് പറയുന്ന പ്രാണിയുണ്ടല്ലോ, അത് നല്ല സ്ഥലത്തും മോശമായ സ്ഥലങ്ങളിലും പോയിരിക്കാറുണ്ട്. അങ്ങനെ മോശമായ സ്ഥലത്ത് പോയിരിക്കുന്ന, നജസിൽ പോയിരിക്കുന്ന ഈച്ച എന്റെ ശരീരത്ത് വന്നിരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല ഉമറേ. അതുകൊണ്ട് എന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല. അല്ലാഹു ഈച്ചയെ തടഞ്ഞിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നജസിൽ പോയിരിക്കുന്ന ഈച്ച പോലും മുത്തുനബിയുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈച്ചയോട് അല്ലാഹു നിരോധനം കൊടുത്തു. മുത്തുനബിയുടെ ശരീരത്തിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാഹു ഈച്ചയെ പോലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ യാ റസൂലല്ലാഹ്, പിന്നെ അങ്ങക്ക് അല്ലാഹു തന്ന ഭാര്യ എങ്ങനെയാ മോശക്കാരിയാകുന്നത്? ഒരു ഈച്ച ഇരിക്കുന്നത് പോലും, നജസിൽപ്പെട്ട ഒരു ഈച്ച അങ്ങയുടെ ശരീരത്തിരിക്കുന്നത് പോലും അല്ലാഹു തടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു അങ്ങക്ക് തന്ന ഭാര്യ വ്യഭിചരിക്കുമോ നബിയേ? തെറ്റ് ചെയ്യുമോ നബിയേ? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കില്ല നബിയേ. അല്ലാഹു അങ്ങയെ ശുദ്ധിയാക്കിയിരിക്കുകയാണ്. ഒരു ഈച്ച പോലും അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കാറില്ല. പിന്നെ ഈ നാട്ടുകാര് ആയിഷ ബീബി പാപം ചെയ്തെന്ന് പറഞ്ഞ ഒരിക്കലും ഈ ഉമർ വിശ്വസിക്കില്ല നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. റസൂലുള്ളാഹിക്ക് സമാധാനമായി, മുത്തുനബിക്ക് സമാധാനമായി. ആരാ വരുന്നത്? രണ്ടാമത് മഹാനായ സയ്യിദ്
സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരാളോടും പ്രവാചകന് മിണ്ടുന്നില്ല. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമാണ്. വീടിന്റെ അകത്തിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ കടന്നു വന്നു. അവിടങ്ങ് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഉസ്മാനേ, മുത്തുനബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തല്ലോ. ആ മരുമകനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഉസ്മാൻ, എല്ലാവരും ആയിഷയ്ക്ക് എതിരാണ്, തെളിവുകളും എതിരാണ്. നിന്റെ അഭിപ്രായം എന്താണ് ഉസ്മാൻ? എന്റെ ആയിഷയെ കുറിച്ച് നിനക്ക് എന്തേ പറയാനുള്ളത്? യാ റസൂലല്ലാഹ്, ഒരിക്കലും ആയിഷ എങ്ങനെ ചെയ്യില്ല നബിയേ. ആയിഷ ബീവി തെറ്റ് ചെയ്യില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കാരണമെന്തേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, കാരണമെന്തേ? മഹദിയായ ആയിഷ ബീവി എങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാനുള്ള കാരണമെന്താ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്താണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്താണ്. വ്യഭിചാരമെന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ പറയുകയാ, അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? വ്യഭിചരിക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വസാഅ സബീലാ. ആ കുടുംബം നിലവാരമില്ലാത്ത കുടുംബമാണെന്നാ ഖുർആൻ പറഞ്ഞത്. ക്വാളിറ്റി കുറഞ്ഞ കുടുംബമാണ്. വ്യഭിചരിക്കുന്ന ഒരു കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിന്റെ ക്വാളിറ്റി കുറവാണെന്ന് അല്ലാഹ് പറഞ്ഞത്. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അത് ക്വാളിറ്റി ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവരെ അങ്ങനെ ചെയ്യൂ. അല്ലാഹുവിന്റെ റസൂലിനോട് ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, നബിയേ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് ഭാര്യയാക്കി തരുമോ? ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അല്ലാഹയല്ലേ നബിയെ പറഞ്ഞത്. അങ്ങ് തോന്നിയിട്ട് കെട്ടിയതല്ലല്ലോ. അബൂബക്കർ തങ്ങളെ കെട്ടിച്ചതെന്നതല്ലല്ലോ. അതാ 7 ആകാശം കടന്ന് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞതെന്നതല്ലേ? ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ അല്ലാഹുവല്ലേ പറഞ്ഞത്. അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു പെണ്ണ് ഇങ്ങനത്തെ തെറ്റ് ചെയ്യുവോ നബിയേ? ഇങ്ങനത്തെ പാപം ചെയ്യുവോ നബിയേ? അതുകൊണ്ട് വസാഅ സബീലാ. ക്വാളിറ്റി ഇല്ലാത്ത കുടുംബത്തിലെ പെണ്ണല്ല ആയിഷ. അല്ലാഹു നിങ്ങൾക്ക് തന്ന പെണ്ണ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല നബിയേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഒന്നാമത് വന്ന സഹാബി പറഞ്ഞെന്താ? എല്ലാവരുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കും. ഇരിക്കൂലേ? അപ്പിനെന്താ മടി? ഇപ്പൊ നോക്കിയാൽ ചില പാട്ടി ഓടിക്കാം. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കാറില്ല. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നജസിലും ഇരിക്കും, നല്ല സ്ഥലത്തും ഇരിക്കും. അപ്പൊ നജസിലൊക്കെ ഇരിക്കുന്ന ഈച്ച വന്ന് എന്റെ ശരീരത്തിൽ ഇരിക്കുന്നത് അള്ളാഹിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇരിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു ഈച്ചയെ പോലും പ്രവാചകന്റെ ശരീരത്ത് വന്നിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് കെട്ടിയ പെണ്ണിത് ചെയ്യുവോ നബിയെ? ഞാൻ വിശ്വസിക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞല്ലോ, അല്ലാഹയാണല്ലോ പറഞ്ഞത് വസാഅ സബീല. ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി കുറവാ അല്ലേ? അവരുടെ കുടുംബത്തിൽ അത്ര നല്ല പാരമ്പര്യമൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ അങ്ങളല്ല കെട്ടിയത്, അല്ലാഹ് പറഞ്ഞിട്ടല്ലേ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച്. അപ്പൊ അല്ലാഹ് ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾക്ക് കെട്ടിച്ചു തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ആയിഷ ബീവി അങ്ങനെ ചെയ്യില്ലെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു. മൂന്നാമതായി കടന്നു വന്നതാരാ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, നിന്റെ അഭിപ്രായം എന്താണ്? ആയിഷ ബീവിയെ കുറിച്ച് നിനക്കെന്തേ പറയാനുള്ളത്? ആയിഷ ബീവി തെറ്റ് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. കാരണം എന്തേ അലിയേ? കാരണം എന്തേ അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ പെട്ടെന്ന് ചെരുപ്പൂരിയിട്ട് മാറ്റിയിടുകയാണ്. പെട്ടെന്ന് കാലിൽ കിടന്ന ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടുവന്നിടുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ പെട്ടെന്ന് ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടിട്ടത്? എന്തുകൊണ്ടാണ് കാലിൽ കിടന്ന ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടുപോയിട്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അലിയേ, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിൽ നജസിരിപ്പുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ അടിയിൽ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്, അത് വെളിയിൽ കൊണ്ടുപോയിട് നബിയേ എന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ ചെരുപ്പെടുത്ത് വെളിയിലിട്ടതെന്ന് മുത്തുനബി പറയുമ്പോ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിലിരിക്കുന്ന നജസ് പോലും അള്ളാന്റെ മലക്കുകൾ വന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിലിരിക്കുന്ന നജസ് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ യാ റസൂലല്ലാഹ്, അങ്ങയുടെ അള്ളാഹു അങ്ങയ്ക്ക് തന്ന ഭാര്യ വ്യഭിചരിക്കുവോ നബിയേ? പാപം ചെയ്യുവോ നബിയേ? തെറ്റുകാരിയാകുമോ നബിയേ? ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി ആരാണെന്ന് പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിച്ചോ. സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പുത്തൻവാദികളോട് അല്ലാഹുവിന്റെ റസൂൽ ആരെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വളരെ ക്ഷീണത്തോടുകൂടി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് മുത്തുനബി കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. പ്രവാചകന് വല്ലാത്ത ക്ഷീണത്തിലാണ്. അത് കണ്ട ഉടനെ അവിടുന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന് കിടന്നുറങ്ങാനുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കിടന്നുറങ്ങാൻ അവിടുന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിരിപ്പ് തയ്യാറാക്കി കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, ലോകത്തിന്റെ നേതാവ് കിടക്കുകയാണ്. വല്ലാത്ത ക്ഷീണമാണല്ലോ. മുത്തുനബി അവിടെ കിടന്നുറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്നു ഉറങ്ങുകയാണ്. ആരാണെന്ന് പഠിക്കോ മനുഷ്യ, കരളിന്റെ കഷ്ടം ആരാണെന്ന് പഠിക്കോ, നമ്മുടെ മുത്തുനബിയുടെ മഹത്വം എന്തെന്ന് പഠിക്കോ, ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കോ. റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അവിടെ അടുത്തു പോയിരിക്കുകയാണ്. വല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനുണ്ടല്ലോ. ഫസ്തൈഖല റസൂലുള്ളാഹ്, മുത്തുനബി ഞെട്ടിയങ്ങുണരുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടി ഉണരുമ്പോ അല്ലാഹ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഉമ്മു സുലൈം
റളിയല്ലാഹു തആല അൻഹ ഒരു കുപ്പി എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുകയാ, എന്ത് ചെയ്യുകയാ? അവിടെന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, മാദാക തസ്തഈനു യാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയുടെ മുന്നിൽ കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, നീ എന്ത് ചെയ്യുകയാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അതിങ്ങനെ കുപ്പിയിൽ ശേഖരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ആ വിയർപ്പ് തുള്ളികൾ ഉണ്ടല്ലോ, അതിങ്ങനെ കുപ്പിക്കകത്ത് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാ. മുത്തുനബി ചോദിക്കുന്നു, ഉമ്മു സുലൈം നീ എന്താ ചെയ്യുന്നത്? നീ എന്താണ് കാണിക്കുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെന്ന് പറയുകയാ, പറക്കത്തക്കയാ റസൂലല്ലാഹ്, പറക്കത്തെടുക്കുകയാ നബിയേ, പറക്കത്തെടുക്കുകയാ നബിയേ. മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് താഴെ വീടുന്ന വിയർപ്പ് തുള്ളികൾ അവിടെന്ന് കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാണ്. അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം ഇതല്ലേ നബിയേ? ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം ഈ വിയർപ്പ് തുള്ളികളല്ലേ നബിയേ? ഇതിനേക്കാളും സുഗന്ധമുള്ള എന്താ ഈ പ്രപഞ്ചത്തിലുള്ളത്? അങ്ങയുടെ വിയർപ്പ് തുള്ളിക്ക് എന്തൊരു സുഗന്ധമാണ് നബിയേ. ഞാൻ കേൾക്കുന്നത് ഇതാണ് നബിയേ. ഞാനും എന്റെ കുടുംബവും സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് താഴെ വീടുന്ന വിയർപ്പ് തുള്ളികളാണ് നബിയേ. ബർക്കത്തക്കയാ റസൂലല്ലാഹ്, ബർക്കത്തെടുക്കുകയാ നബിയേ. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹാദാ ദവാഉ സിബിയാൻ, എന്റെ മക്കൾക്ക് രോഗം വന്നാൽ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാ അവർക്ക് കൊടുക്കുന്ന മരുന്നാണ് നബിയേ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവരുടെ രോഗം മാറ്റാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നേതെന്നറിയോ? എന്റെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നേതെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ വിയർപ്പ് തുള്ളികളാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ നേതാവാരെന്ന് മനസ്സിലായോ? അവിടുന്ന് ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളിക്ക് പോലും വല്ലാത്ത സുഗന്ധമാ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഔറത്തുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവിന്റെ ഔറത്തുണ്ടല്ലോ, ലോകത്ത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, ലോകത്ത് ഒരാൾ പോലും കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് കഅബാലയത്തിന്റെ പണി നടക്കുന്ന സമയത്ത് അവിടെ കല്ല് ചുമന്നു കൊണ്ടുവരുമ്പോ, ഇട്ടിരുന്ന വസ്ത്രമൂരി തലയിൽ വെച്ചിട്ട് അവിടെ നിന്ന് കല്ല് ചുമന്നു കൊണ്ടുവരുമ്പോ ആ സമയത്ത് പോലും മുത്തുനബിയുടെ ഔറത്ത് അല്ലാഹു മറച്ചു എന്ന് ചരിത്രം പറയുമ്പോ, റസൂലുള്ളാഹി തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു, ഒരാള് പോലും മുത്തുനബിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. അനസ് തങ്ങൾ പറയുകയാ, പ്രവാചകന് മലമൂത്ര വിസർജനം നടത്തിക്കഴിഞ്ഞാൽ നമ്മളെ പോലെയല്ല മുത്തുനബി മലമൂത്ര വിസർജനം നടത്തിക്കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് ഭൂമി വിഴുങ്ങുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറയുകയാ. ഒരിക്കൽ പ്രവാചകൻ മരുഭൂമിയിലൂടെ പോകുമ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ സേവകനാണ്, മുത്തുനബിയുടെ ഖാദിമാണ്, 10 വർഷക്കാലം മുത്തുനബിയുടെ കൂടെ ജീവിച്ച സഹാബിയാണ്. അനസ് തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ എന്റെ റസൂലുള്ളാഹ് അവിടുന്ന് പടച്ചവനെ പ്രവാചകനെ വിസർജിക്കാൻ സമയമായി, അവിടുന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ആവശ്യം വന്നു. മരുഭൂമി
ഭൂമിയാണല്ലോ, ഒരു മറയുമില്ലല്ലോ, ഒരു മറയുമില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ രണ്ട് മരങ്ങൾ നിൽക്കുകയാണ്. ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയ രീതിയിൽ രണ്ട് മരങ്ങൾ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ്, ആ മരത്തിന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവിടേക്ക് വരാ. സുബ്ഹാനല്ലാഹ്.